മണിപ്പാൽ കോളേജിൽ പോയ യാത്രയാണ് ഇന്നത്തെ വീഡിയോ. പെർഫ്യൂഷൻ ടെക്നോളജിയുടെ ഒരു കോൺഫറൻസിന് വേണ്ടിയാണ് ഞാൻ മണിപ്പാൽ പോണത്. 8:30 എത്തണമെന്നൊരു ഉദ്ദേശത്തിൽ ഞങ്ങളൊരു 6:30 യാത്ര തുടങ്ങിയത്. ഈ ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനും. അങ്ങനെ ബസ് ഒരുപാട് ദൂരം യാത്രയൊക്കെ ചെയ്ത് ബസ് ഉടുപ്പി ബസ് സ്റ്റാൻഡിലെത്തി. ഈ ഉടുപ്പിയിൽ നിന്ന് അധികം ദൂരമില്ല മണിപ്പാലിലേക്ക്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മണിപ്പാൽ കോളേജിലെത്തി. അങ്ങനെ ഞങ്ങൾ മണിപ്പാൽ ക്യാമ്പസിലെ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് ഞങ്ങൾ കോൺഫറൻസ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ ചെന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കൊരു ഫയൽ തന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായിട്ടോ. ഞങ്ങളുടെ ആദ്യ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് കഴിയുമ്പോൾ ഒരു ടീ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങളും ഓരോ ചായയോ കാപ്പിയോ എന്തോ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ നേരെ ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം ഓഫ് അനാട്ടമി ആൻഡ് പത്തോളജി എന്തോ ഒരു മ്യൂസിയം. അപ്പോൾ അതൊക്കെ കാണാൻ പോയി. പക്ഷേ അതിൻ്റെ അടുത്ത് ക്യാമറ അകത്ത് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ കണ്ട് വന്നപ്പോഴാണ് ഇവിടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു അത്. അങ്ങനെ ആഫ്റ്റർനൂൺ ക്ലാസ് തുടങ്ങി. ആഫ്റ്റർനൂൺ ക്ലാസ് നേരെ രസമുള്ള ക്ലാസ് ആയിരുന്നു, കാരണം ഇത് പെർഫ്യൂഷനുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെർഫ്യൂഷൻ പഠിക്കുന്ന കാരണം ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ നോളജസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് അതെല്ലാം ഷെയർ ചെയ്യുന്ന ഓരോ ക്ലാസ് ആയിരുന്നു അത്. അതോടുകൂടി ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഉണ്ടായത് മണിപ്പാൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു, ലൈക്ക് ഈ പാട്ട്, ഡാൻസ്, അതൊക്കെ. അത് ഞങ്ങൾ കുറച്ച് നേരം കണ്ടിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത്. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാംഗ്ലൂരിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മണിപ്പാലിൽ നിന്ന് ഒരു ബസ് കിട്ടി. ഞങ്ങളപ്പോൾ അത് മാംഗ്ലൂർക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് കുറച്ച് ലേറ്റായി, ചില കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാതിരുന്നത്. എല്ലാവർക്കും സോറി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.